ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. PYQ നമ്പർ 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് വേർഡ് ഈസ് റോങ്ലി സ്പെൽഡ്? കഴിഞ്ഞ എക്സാമിൽ ഇത് സെയിം ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നോ? എന്താ? ഓപ്ഷൻ എ ആണ്. അല്ല, സി ആണ് സർ. സി ആണ്, മെഡീവിയൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫ്രേസ് ടെറിബിൾ ബ്യൂട്ടി വാസ് കോയിൻഡ് ബൈ. ടെറിബിൾ ബ്യൂട്ടി WB ഈഡ്സ്. ടെറിബിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ടേം കോയിൻ ചെയ്യാനുള്ള കാരണം എന്താ? ഒരു വർക്കിലാണ് ആൾ ടേം കോയിൻ ചെയ്യുന്നത്. ഏത് വർക്കിലാണ്? ഈസ്റ്റർ 1916 ആ വർക്ക്, ആ ടേം ഇയാൾ കോയിൻ ചെയ്യുന്നത്. അതിനിപ്പോൾ ഇയാൾ പറയണത് എന്താ? വാട്ട് യു വാസ് സെയിങ്? ദ ഫ്രേസ് ടെറിബിൾ ബ്യൂട്ടി സീംസ് ടു ബി ഈഡ്സ് വേ ഓഫ് സെയിങ് ദാറ്റ് ഹിസ്റ്ററീസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് മൊമെൻറ്റ്സ് ആർ യൂഷ്വലി മൊമെൻറ്റ്സ് ഓഫ് ഡെത്ത്. അതായത് നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കുറച്ചും കൂടി നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത മൊമെൻറ്റ്സുകൾ എന്തായിരുന്നു? ഡെത്തിലായിരുന്നു. ആ സമയത്ത് എലജീസും ഇയാൾ കഴിയുന്ന ആ ഒരു സമയത്തായിരുന്നു. അതുകൊണ്ടാണ് ടെറിബിൾ ബ്യൂട്ടി എന്നുള്ള ആ ഒരു ടേം ഇയാൾ കോയിൻ ചെയ്തത്. ഇൻ വിച്ച് വർക്ക്? ഈസ്റ്റർ 1916. ഓക്കെ, നെക്സ്റ്റ് വൺ, Aristotle's definition, an imitation of an action that is serious, complete and often certain magnitude refers to. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. ട്രാജഡിയെ കുറിച്ചിട്ടാണ് ആര് പറഞ്ഞത്? അരിസ്റ്റോട്ടിൽ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ പറഞ്ഞല്ലേ. ട്രാജഡിയെ കുറിച്ചിട്ടാണ്. ഏത് വർക്കിലാണ് ഈ പറയുന്നത്? ഈ ഡെഫിനിഷൻ പറയുന്നത് ഏത് വർക്കിലാണ്? ഇൻ വിച്ച് വർക്ക്? പോയറ്റിക്സ് അല്ലേ? വെരി ഗുഡ്. പോയറ്റിക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ക്രിട്ടിക്കൽ എസ്സേയിലാണ് അയാൾ ഇതിനെ കുറിച്ചിട്ട് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഹ്യൂബ്രിസ് റെഫേഴ്സ് ടു. ഹ്യൂബ്രിസ് റെഫേഴ്സ് ടു പ്രൈഡ്, ഡൗട്ട്, ജലസി, ഇതിനൊക്കെ പറ്റി നമ്മളെ ഈ ഓരോ ഡ്രാമാറ്റിക്കൽ ടേംസ് ആണ് കേട്ടോ. പ്രൈഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ടേം ഫോർ ലൈൻസ് ഓഫ് അയാംബിക് പെൻറ്റാമീറ്റർ ദാറ്റ് റൈം ഇൻ പെയേഴ്സ്. അയാംബിക് പെൻറ്റാമീറ്ററിൽ രണ്ട് ലൈനിൽ വരുന്ന ഇതിന് വിളിക്കുന്ന പേരെന്താണ്? അത് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും നിങ്ങൾക്ക് രണ്ട് ലൈനിൽ ആ കപ്ലെറ്റ് എന്ന് അവിടെ വന്നു. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് സംഭവത്തിൽ എത്തിച്ചേരാം. സംഭവം അത്രയേ ഉള്ളൂ. അയാംബിക് പെൻറ്റാമീറ്ററിൽ വരുന്ന ലൈൻ വിളിക്കുന്ന പേര് നമ്മൾ ഹീറോയിക് മീറ്റർ എന്ന് വിളിക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദാറ്റ് റൈം ഇൻ പെയേഴ്സ് അല്ലേ? ഒരു പെയർ എന്ന് പറഞ്ഞാൽ ലൈനാ ഒരു പെയർ എന്ന് പറഞ്ഞാലേ ഗ്രൂപ്പ് ഓഫ് 2 ലൈൻസ് അല്ലേ? രണ്ട് ലൈനിൽ വരുന്ന അയാംബിക് പെൻറ്റാമീറ്ററിൽ വരുന്ന ലൈൻസ് ആണ് വിളിക്കുന്ന പേര്. നമ്മൾ വിളിക്കുന്ന പേരെന്ത്? റൈം റോയൽ അല്ല, ഹീറോയിക് കപ്ലെറ്റ് കേട്ടോ, മറന്നു പോകണ്ട. ഇനി എന്താ ഇവിടെ കൊടുത്തിട്ടുള്ള കുറച്ച് സംഭവം, അതെന്തൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് ഇസ് റൈം റോയൽ? റൈം റോയൽ എന്താ? റൈം റോയൽ ഓർ റൈം റോയൽ is a rhyming stanza from that was introduced to English poetry by Geoffrey Chaucer. നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടിയില്ലേ? ജെഫ്രി ചോസറാണ് ആര് കൊണ്ടുവരുന്നത്? ഈ റൈം റോയൽ എന്ന് പറയുന്ന ആ ഒരു ടേം അല്ലെങ്കിൽ ആ ഒരു സാധനം കൊണ്ടുവരുന്ന ആരാണ്? ജെഫ്രി ചോസറാണ് കേട്ടോ. ദ ഫോം എൻജോയ്ഡ് സിഗ്നിഫിക്കൻറ്റ് സക്സസ് ഇൻ ദ 15th century ആൻഡ് ഇൻ ടു ദ 16th century. 16th century ഈ സാധനം ഇയാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. It has had more subdued but continuing influence on English verse in more recent centuries. The rhyme royal stanza consists of 7 lines. മറന്നു പോകണ്ട, അതിൽ 7 ലൈൻസിൽ ലാസ്റ്റ് ലൈനിൽ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ. ദ റൈം റോയൽ സ്റ്റാൻസ കൺസിസ്റ്റ് ഓഫ് 7 ലൈൻസ്. മറന്നു പോകണ്ട. അപ്പോൾ റൈം റോയലിൻ്റെ സ്റ്റാൻസ ഫോം എങ്ങനെയാണ്? ഹൗ മെനി ലൈൻസ് ആർ ദേർ ഇൻ വൺ സ്റ്റാൻസ ഇൻ റൈം റോയൽ? എത്ര ലൈനുണ്ട്? 7 lines. 7 lines വരുന്നത്. യൂഷ്വലി ഇൻ അയാംബിക് പെൻറ്റാമീറ്റർ ദ റൈം സ്കീം ഈസ് ABAB BCC അല്ലെങ്കിൽ ABAB അല്ലെങ്കിൽ ABA BBCC. അത് നിങ്ങൾക്ക് പറയാം. അയാംബിക് ഇതൊന്നും പറയില്ല. ഇൻ പ്രാക്ടീസ് സ്റ്റാൻസ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ഐദർ ആസ് എ ടേഴ്സെറ്റ് ആൻഡ് 2 couplets. എന്ത് പറയാം? ഒരു ടേഴ്സെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ 2 couplet ആയിട്ടും പറയാം. ടേഴ്സെറ്റ് എന്ന് പറഞ്ഞാൽ ടേഴ്സെറ്റ് ഗ്രൂപ്പ് ഓഫ്, കപ്ലെറ്റ് ആണെങ്കിൽ 2 ലൈൻസ്, ടേഴ്സെറ്റ് ആണെങ്കിൽ 3 ലൈൻസ്, ക്വാർട്ടർ ആണെങ്കിൽ 4 ലൈൻസ്, ക്വിൻറ്റൈൻ ആണെങ്കിൽ 5 ലൈൻസ്, സെസ്റ്ററ്റ് ആണ് 6 ലൈൻസ്, ഒക്ടേവ് ആണെങ്കിൽ 8 ലൈൻസ്. മറന്നു പോകണ്ട കേട്ടോ, ഒന്നുകൂടി ഓർമ്മിച്ചോളി. 2 ലൈൻസ് ആണ് എന്താണ്? 2 ലൈൻസ് എന്താ? കപ്ലെറ്റ്. 3 ലൈൻസ് ആകുമ്പോഴോ ക്വാർട്ടറൈനോ 3 ലൈനോ? അടി ടേഴ്സെറ്റ്. ഗ്രൂപ്പ് ഓഫ് 3 ലൈൻസ് ആണ് ടേഴ്സെറ്റ് ആണ്.
ഗ്രൂപ്പ് ഓഫ് 4 ലൈൻസ് ആണെങ്കിൽ ക്വാർട്ടറൈൻ, ഗ്രൂപ്പ് ഓഫ് 5 ലൈൻസ് ആണെങ്കിൽ ക്വിൻറ്റൈൻ, ഗ്രൂപ്പ് ഓഫ് 6 ലൈൻസ് ആണെങ്കിലോ ഗ്രൂപ്പ് ഓഫ് 6 ലൈൻസ് 6 ലൈൻസ് എന്താ ഗ്രൂപ്പ് ഓഫ് 6 ലൈൻസ് എന്താ പറയാ നമ്മള് സെസ്റ്ററ്റ്. ഗ്രൂപ്പ് ഓഫ് 8 ലൈൻസ് ആണെങ്കിലോ ഒക്ടേവ്. മറന്നു പോയത് കേട്ടോ. ഇതാണ് നമ്മൾ വരുന്ന ആ ഒരു സാധനങ്ങൾ. ദെൻ ഇതെന്ത് വരാം, ഒന്നെങ്കിൽ ടേഴ്സെറ്റും അല്ലെങ്കിൽ 2 കപ്ലെറ്റ്സ് ആയിട്ട്, വിച്ച് മീൻസ് ABA BB CC അങ്ങനെ വരാം. ഓർ എ ക്വാർട്ടറൈൻ ആൻഡ് എ ടേഴ്സെറ്റ്, ഒരു 4 ലൈന് AB BCC അങ്ങനെയും വരാം കേട്ടോ. ദിസ് അലൗസ് ഫോർ വെറൈറ്റി എസ്പെഷ്യലി വെൻ ദ ഫോം ഈസ് യൂസ്ഡ് ഫോർ ലോങ് നെഗറ്റീവ് പോയംസ്. അടുത്ത ടേഴ്സ റൈമ. വാട്ട് ഇസ് ടേഴ്സ റൈമ? തേർഡ് റൈം is the rhyming verse form in which the poem for each section consists of tercet 3-line stanza with an interlocking 3-line rhyme scheme. എന്തായിരിക്കും? അതായത് 3-line stanza ആയിരിക്കും ഇത് വരിക. മനസ്സിലായോ നിങ്ങൾക്ക്? വിത്ത് ആൻ ഇൻ്റർലോക്കിംഗ് 3-line rhyme scheme. 3 ലൈൻ റൈം സ്കീം, 3 ലൈൻ ഇൻ്റർലോക്ക് ആയിട്ട് റൈം സ്കീമാണ് വരിക. ഇതെങ്ങനെ ഇൻ്റർലോക്ക് റൈം സ്കീം വരിക? ദ ലാസ്റ്റ് വേർഡ് ഓഫ് ദ സെക്കൻഡ് ലൈൻ ഓൺ tercet provides rhyme for the first and third lines in the tercet that follows. ആ ABA BCB CDC അത് നിങ്ങൾക്ക് എന്ത് ഇൻ്റർലോക്ക് മനസ്സിലാക്കാവുന്നത്? അതായത് ദ ലാസ്റ്റ് വേർഡ് ഓഫ് ദി സെക്കൻഡ് ലൈൻ, അതായത് 3 ലൈനാണ് പറഞ്ഞു അല്ലേ, ഒരു ടേഴ്സെറ്റ് എന്ന് പറഞ്ഞു. ആ ഈ 3 ലൈനിലെ ലാസ്റ്റ് വേർഡ് ഓഫ് ദി സെക്കൻഡ് ലൈൻ, അതായത് ലാസ്റ്റ് വേർഡ് എങ്ങനെ ഫസ്റ്റും തേർഡോ? എന്ത് ഫസ്റ്റും തേർഡും? അതല്ല. അതായത് ഇൻ്റർലോക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് ടേഴ്സെറ്റ്, ഫസ്റ്റ് സ്റ്റാൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് സ്റ്റാൻസ് എത്ര ലൈൻ ഉണ്ടാവും? 3 ലൈൻസ് ഉണ്ടാവും. അത് ഓടി പറഞ്ഞു. ആ ഫസ്റ്റ് ലൈനിലെ സെക്കൻഡ് ലൈൻ ഇൻ 1 ടേഴ്സെറ്റ് പ്രൊവൈഡ്സ് റൈം ഫോർ ദി ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻസ് ഇൻ ദ ടേഴ്സെറ്റ് ഫോളോസ്. അതായത് അതിൽ ഇടയിൽ വരുന്ന, അതായത് 3 ലൈനിൽ വരുന്ന സെക്കൻഡ് ലൈനിലെ റൈം ആയിരിക്കും തൊട്ടപ്പുറത്തെ സ്റ്റാൻസയിൽ വരുന്ന ഫസ്റ്റ് റൈം സ്കീം. ഓക്കെ, അത് ABA ആണെങ്കിൽ അടുത്ത ഏതൊക്കെയാം? BCB ആണ് വരിക. അടുത്തതോ CDC ആണ് വരിക. ഓക്കെ, ക്ലിയർ ആയോ? അതായത് AA BB CC അത് വരുന്ന നടുവിൽ വരുന്ന റൈം സ്കീം ഏതൊക്കെയാം? A കഴിഞ്ഞിട്ട് വരും B അല്ലേ, പിന്നെ C അല്ലേ, പിന്നെ BD, അപ്പോൾ BCD. മനസ്സിലായോ? നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന സാധനമുള്ളത്. അടുത്തത്, ദ poem section or poem section may have any number of lines but it ends with either single line or couplet which repeats the rhymes of the middle line of the previous tercet. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ക്രിട്ടിക് ഹു ഡിക്ലെയർഡ് ദാറ്റ് എ പോയറ്റ് ഷുഡ് അക്വയർ എ സെൻസ് ഓഫ് ട്രഡീഷൻ. എലിയറ്റ്. വെരി ഗുഡ്. അതിൻ്റെ വർക്ക് ചെയ്തിരുന്നു, ട്രഡീഷൻ എൻ്റെ ടാലൻറ്റ്, അതൊക്കെ ആ വർക്കിൽ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ. ഇത് നിങ്ങൾ കൂടുതൽ ആലോചിക്കേണ്ട ആവശ്യമില്ല. ദ പോയറ്റ് ഹു റെഫേർഡ് ടു സം മ്യൂട്ട് ഇൻഗ്ലോറിയസ് മിൽട്ടൺ. ഇതൊരു പോയത്തിലെ ലൈനാണ് കേട്ടോ. തോമസ് ഗ്രേയുടെ ഒരു പോയത്തിലെ ലൈനാണ്. ഏത് പോയത്തിലെ ലൈനാണ്? എലജി റിട്ടനെ കൺട്രി ചർച്ചയായിട്ട് വരുന്ന ഒരു ലൈനാണ് അല്ലേ. അയാൾ പറയുന്നുണ്ട്, ഇവിടെ കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഗ്രേവ് യാർഡിൽ, അതിലെന്തുണ്ടാവും? സം മ്യൂട്ട് ഇൻഗ്ലോറിയസ് മിൽട്ടൺ അല്ലേ. മിൽട്ടനെ പോലെ നല്ല കഴിവുള്ള പക്ഷേ ആളുകളുണ്ടാവും, പക്ഷേ ദേ ആർ മ്യൂട്ട്. വൈ ദേ ആർ മ്യൂട്ട്? ബിക്കോസ് ദേ ആർ നോട്ട് അരിസ്റ്റോക്രാറ്റിക് പീപ്പിൾ ഓർ ദേ ആർ നോട്ട് ഫേമസ് പീപ്പിൾ അങ്ങനെ പറയേണ്ട ആളുകൾ. അതിൽ മിൽട്ടനെ മാത്രമല്ല പറയുന്നത്, ജോൺ ഹാംപ്ടനെ കുറിച്ച് പറയാം, അതുപോലെ ഒലിവർ ക്രോംവെലിനെ കുറിച്ചും പറയുന്നുണ്ട്. ഓർത്ത് വെക്കുക, ജോൺ ഹാംപ്ടൺ വാസ് എ സോൾജിയർ. ഒരു സോൾജിയറായിരുന്നു. തൻ്റെ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിനിറങ്ങിയ ആളായത് ജോൺ ഹാംപ്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെ നമ്മുടെ ഒലിവർ ക്രോംവെൽ ഉണ്ട് കേട്ടോ, റെസ്റ്റോറേഷൻ ബില്ല് വരുന്ന. ആ ഒലിവർ ക്രോംവെലിനെ കുറിച്ച് പറഞ്ഞ് ഗിൽറ്റ്ലെസ് ഒലിവർ ക്രോംവെൽ എന്നാണ് പറയുക, ഗിൽറ്റി അല്ല. ഒലിവർ ക്രോംവെൽ വാസ് എ ഗിൽറ്റി പേഴ്സൺ അല്ലേ, അവൻ ഒരുപാട് തെറ്റുകളാണ്. പക്ഷേ ഇയാൾ പറയുന്നതാണ്, ഹിയർ ലൈസ് ഗിൽറ്റ്ലെസ് ഒലിവർ ക്രോംവെൽ എന്ന് പറഞ്ഞു കേട്ടോ, മറന്നുകൊണ്ട. സം വില്ലേജ് ഹാംപ്ടൺ ദാറ്റ് വിത്ത് ഡൗൺലെസ് ബ്രസ്റ്റ്, the village little tyrant of his fields with sword, some mute inglorious Milton, some Cromwell guiltless of his country's blood. ആ പോയത്തിലെ കുറച്ച് ലൈൻസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഓതർ ഓഫ് ഡ്രീം ചിൽഡ്രൻ എ റെവറി പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രീം ചിൽഡ്രൻ എ റെവറി ആരുടെ വർക്കാം? ചാൾസ് ലാംബിൻ്റെ വർക്കാണ്. പേഴ്സണൽ എസ്സേ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് ചാൾസ് ലാംബ് ഓർത്ത് വെക്കുക. അത് മുന്നത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എസ്സേസ് ഓഫ് എലിയ, ടെയിൽസ് ഫ്രം ഷേക്സ്പിയർ. അത് രണ്ടും അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള വർക്കുകളാണ് കേട്ടോ.
ദ ഗ്രോത്ത് ഓഫ് പോയറ്റ്സ് മൈൻഡ് ഈസ് ആൾട്ടർനേറ്റ് ടൈറ്റിൽ ഓഫ് മേജർ വർക്ക് ബൈ പറഞ്ഞിട്ടുണ്ട്. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ പോയിന്റ് എനിക്ക്. ഗ്രോത്ത് ഓഫ് പോയറ്റ്സ് മൈൻഡ് ഒരു വർക്കിൻ്റെ വേറെ ഓട്ടോബയോഗ്രഫി വർക്ക്, ഒരു ഓട്ടോബയോഗ്രഫി വർക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്. ഹി റോട്ട് an autobiography work. ഓർമ്മ വേർഡ്സ്വർത്തിൻ്റെ വർക്കാണ്. ആരെ വർക്ക് ഏതാ? വേർഡ്സ്വർത്തിൻ്റെ ഓട്ടോബയോഗ്രഫി വർക്ക് ഏതാ? ഓട്ടോബയോഗ്രഫി വർക്ക് പ്രല്യൂഡ്. വെരി ഗുഡ്. ഗ്രോത്ത് ഓഫ് പോയറ്റ്സ് മൈൻഡ് ഇറ്റ്സ് an alternate title of the work Prelude. The phoneme p in the words spin, pin and tip represent the different. നിങ്ങൾക്കിവിടെ എത്തിയിട്ടില്ല. അലഫോൺസ് നിങ്ങൾക്ക് എടുത്തിട്ടില്ലല്ലോ. ഇതെന്താ വരിക? The phoneme p in the words spin, pin and tip represent the different. അലഫോൺസ് ആണ് കേട്ടോ. അലഫോൺസ് നമ്മൾ എടുക്കുന്ന സമയത്ത് പറയാതെ ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ദ ഫസ്റ്റ് ഓഫ് ദി റൊമാൻറ്റിക് പോയറ്റ്സ് ടു ഡൈ. ഇതിൽ ആദ്യം മരിച്ച റൊമാൻറ്റിക് പോയറ്റ് ആരാ? കീറ്റ്സ്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഈസ് എ ടേം കോയിൻഡ് ബൈ. 2 ദിവസം മുന്നേ പറഞ്ഞുള്ളൂ. ജെയിംസ് ജോയ്സ്. അല്ലല്ല, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് കോയിൻ ജെയിംസ് ജോയ്സ് അല്ല, അതിനെക്കുറിച്ച് എഴുതാം ജെയിംസ് ജോയ്സ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടേം കോയിൻ പറയാനാണ് വില്യം ഹെംസ് ഇവനാണ് കേട്ടോ. മറ്റേ വില്യം ജെയിംസ് ആണ് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് പറയുന്ന ആ ടേം കോയിൻ ചെയ്ത് വില്യം ജെയിംസ് ആണ് കേട്ടോ. മറന്നു പോകണ്ട. ഇലക്ട്രിക് ഡിവൈസ് പറഞ്ഞ ആവശ്യമില്ലല്ലോ. ദ ടേം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വില്യം ജെയിംസ് ഇൻ ഹിസ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി in 1890 കേട്ടോ. എ പേഴ്സൺസ് തോട്ട്സ് ആൻഡ് കോൺഷ്യസ് റിയാക്ഷൻസ് ടു ഇവൻറ്റ്സ് പെർസീവ്ഡ് ആസ് എ കണ്ടിന്യൂസ് ഫ്ലോ. ദ ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ മീനിങ് ഓഫ് വേർഡ്സ്. വേർഡിൻ്റെ മീനിങ്ങിനെ കുറിച്ച് സെമാൻറ്റിക്സ് ആണ്. വെരി ഗുഡ്. സെമാൻറ്റിക്സ് ആണ്. അപ്പോൾ സിൻടാക്സോ? സെന്റൻസിന്റെ സ്ട്രക്ചറെ കുറിച്ച് പഠിക്കുന്നതാണ് സിൻടാക്സ്. വെരി ഗുഡ്. സെമിയോട്ടിക്സ് എന്താ? ദ സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിംബൽസ് ആൻഡ് ദെയർ യൂസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ടോപ്പ്. ദ സ്റ്റഡി ഓഫ് സൈൻസ് ആൻഡ് സിംബൽസ് ആൻഡ് ദെയർ യൂസ് ഓർ ഇന്റർപ്രിട്ടേഷൻ ആണ് എന്ത്? സെമിയോട്ടിക്സ്. മറന്നു പോകണ്ട. സലീം സിന ഈസ് എ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. സലീം സിന മിഡ്നൈറ്റ് ചിൽഡ്രനിലെ പ്രൊട്ടാഗണിസ്റ്റ് ആണ് ആര്? സലീം സിനായ്. ഗോ ടെൽ ഇറ്റ് ഓൺ ദ മൗണ്ടെയിൻ ആണ് ആരുടെ വർക്കാണ്? കാറ്റർമോൺ കിഡ്സിൻ്റെ വർക്കാണ്. ദ മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ് അരുന്ധതിയുടെ വർക്കാണ്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ് ഹാപ്പിനെസ് വർക്ക് ആയതാണ് അരുന്ധതി റോയ്. സെർപ്പൻറ്റ് ആൻഡ് ദി റോപ്പ് ആരുടെ വർക്കാ? രാജാറാവു ആണ് കേട്ടോ. അല്ലാണ്ട് വേറെ ആരുമില്ല. അടുത്തത് എ നോവൽ സെറ്റ് ഇൻ വെസെക്സ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. It was written by Thomas Hardy. Jude the Obscure ആണ്. തോമസ് ഹാർഡിയുടെ വർക്ക്. ജൂഡ് ഒബ്സ്ക്യൂറിലാണ് വെസെക്സ് എന്നുള്ളൊരു ലാൻഡ് വരുന്നത് കേട്ടോ. ജൂഡ് ഒബ്സ്ക്യൂർ, തോമസ് ഹാർഡി. ദ ഹൗസ് ഓഫ് 7 ഗാബിൾസ് ആണ് ആരുടെ വർക്കാണ്? നഥാനിയൽ ഹോത്രോൺ. സെൻസ് ആൻഡ് സെൻസിബിലിറ്റി ജെയിൻ ഓസ്റ്റനാണ്. ഹാർട്ടോസ് കാസിലാണ് AJ ക്രോണി കേട്ടോ. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അതൊക്കെ ഞാനിവിടെ എന്തെങ്കിലും എക്സ്ട്രാ മാർക്ക് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എവിടെയെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എവിടെയും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അത് വെറുതെ വിട്ട് കളയണ്ട സാധനങ്ങളൊന്നും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യന്. എ റൂം ഓഫ് ഫൺ സോൺ ഇസ് എ വർക്ക് ബൈ. റൂം ഓഫ് ഫൺ സോൺ വെരി ഫേമസ് നോവലാണ്. വെരി ഫേമസ് വർക്കാണ് വിർജീനിയ വൂൾഫിൻ്റെ. അതിൽ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താ വേണ്ട, ഒരു ലേഡിക്ക് വേണ്ട എന്താണ്? കുറച്ച് എമൗണ്ട്, കുറച്ച് ക്യാഷും എഴുതാനുള്ളൊരു മുറിയും. അത് മാത്രം മതി ഒരു ലേഡിക്ക് ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി പറഞ്ഞത്. വേറൊന്നും വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ. ഹൈപ്പർബലി റെഫേഴ്സ് ടു. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ
exaggeration. ആ എക്സാജറേഷൻ. ഇവിടെ വന്നപ്പോൾ ഓവർ സ്റ്റേറ്റ്മെൻ്റ് ആയി. Overstate. ഓക്കെ. ഇയാഗോ ഈസ് വൺ ഓഫ് ദി ഷേക്സ്പിയേഴ്സ് ബെസ്റ്റ് നോൺ. ഇയാഗോ എന്തിലാ സംഭവമാണ്? ഹീറോ ആണോ, വില്ലനാണോ, ഹീറോയിൻസ് ആണോ, കൊമേഡിയൻസ് ആണോ? ഇയാഗോ, ഡെസ്റ്റിമോണ, ഓർമ്മയില്ലേ? Villain. വില്ലാനീസ് ക്യാരക്ടറാണ് ഇയാഗോ കേട്ടോ. അടുത്ത ക്വസ്റ്റിന്, നെപ്പോളിയൻ ആൻഡ് സ്നോബോൾ ആർ ക്യാരക്ടേഴ്സ് ഇൻ ജോർജ് ഓർവെലിൻ്റെ വർക്കാണ്. ജോർജ് ഓർവെലിൻ്റെ വർക്കാണിത്. ഏതാ? സ്നോബോള്, നെപ്പോളിയൻ, കുറേ പിഗുകൾ, കുറേ ഒരു ഇതുണ്ടാക്കും, വിൻമില്ലുണ്ടാക്കും. അനിമൽ ഫാം ഉണ്ട്, ഒരു വിൻമില്ലൊക്കെ ഉണ്ടാക്കും. ആ വിൻമില്ല് എന്നിട്ട് ലാസ്റ്റ് തകരും. ഇത് ഏത് അനിമൽ ഫാം എന്ന് പറഞ്ഞ വർക്ക് എന്തിനെ റെപ്രസെൻ്റ് ചെയ്ത വർക്കാണ് ഇയാള്? റഷ്യൻ റവല്യൂഷനെ കുറിച്ച് ചെയ്ത വർക്കാണ് കേട്ടോ ഇത്. മറ്റേ സെലൻസ്കിയും അതുപോലെ തന്നെ 2-3 ആൾക്കാരുണ്ടല്ലോ റഷ്യൻ റവല്യൂഷനിലെ മെയിൻ ആൾക്കാർ. ആരൊക്കെയായിരുന്നു? മറന്നുപോയല്ലോ, വരുന്നുണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, T.S. Eliot, വെൽ നോൺ പോയം പബ്ലിഷ്ഡ് ഇൻ ദ ഏർലി 20th century. ഒറ്റ പോയാൽ 20th century കേട്ടിട്ടുള്ളൂ. ഏതവർക്ക് ഫേമസ് പോയതാ, വെൽ നോൺ പോയതാ? ഇതിലൊക്കെ വേസ്റ്റ് ലാൻഡ് ആണ്, പക്ഷെ ഇതിൽ കറക്റ്റ് വേസ്റ്റ് ലാൻഡ് അത് നമുക്ക് എടുത്തേക്കാം. ഇത് 2 ഓപ്ഷൻ ഒരേ സെയിം ഉണ്ട്, സെയിം ഓപ്ഷൻ ഉണ്ട് അല്ലേ? 2 ഓപ്ഷൻ സെയിം ആണ്. അങ്ങനെ എന്തായി കുസി ക്യാൻസൽ കിട്ടും. ബിയോ അല്ലെങ്കിൽ ഡിയോ, ഏതെങ്കിലും ഒന്ന്. ബിയോ അല്ലെങ്കിൽ ഡിയോ. അബി തിയേറ്റർ അസോസിയേറ്റ് വിത്ത്. ഞാൻ കുറച്ച് മുന്നേ അങ്ങോട്ട് പറഞ്ഞത് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞോ? അതുകൊണ്ട് ഓർമ്മയുണ്ട്. അബി തിയേറ്റർ ഈസ് അസോസിയേറ്റ് വിത്ത് അയർലൻഡ്. ആരുമായി ബന്ധപ്പെട്ടാണ് അബി തിയേറ്റർ? ഇതിന്റെ മെയിൻ ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്? എസ്രാ പൗണ്ട്, WB ഈറ്റ്സ്, എസ്രാ പൗണ്ട്, ഇവരൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ് കേട്ടോ. ഓർത്ത് വെക്കാൻ മറന്നു പോകണ്ട. അവർക്ക് എങ്ങനെ ചോദിക്കുക സാധനങ്ങളൊക്കെ. വില്യം ബട്ട്ലർ ഈറ്റ്സ് ഉണ്ടായിരുന്നു, ലെഡി ഗ്രിഗറി ഉണ്ടായിരുന്നു. ദ അബി തിയേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ദി നാഷണൽ തിയേറ്റർ ഓഫ് അയർലൻഡ് ഇൻ ഡബ്ലിൻ, അയർലൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചരേത്തി ഈസ് എ വർക്ക് ബൈ. കൊച്ചരേത്തി ഇതൊരു മലയാളം വർക്കാണോ? നാരായണൻ. അടുത്ത വർക്ക്, ഈ വിൻഡോ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫോർ ബിഹൈൻഡ്. ഫ്രം എ പോയം ബൈ. നല്ല ഫേമസ് പോയാണ്. ഈ വിൻഡോ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫോർ ബിഹൈൻഡ്. വിൻഡ്രാജിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് ശേഷം എന്തുണ്ട്? കുറച്ച് കഴിഞ്ഞ് എന്ത് വരാനുണ്ട്? ഇത് കഴിഞ്ഞാൽ കുറച്ച് വേറെന്ത് വരാനുണ്ട്? സ്പ്രിങ് വരാനുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. ഏതാ വർക്ക്? ഏതാ മമ്മ? ഏതാ വർക്ക്? എനിക്കല്ലേ വിച്ച് വർക്ക്? PBCയുടെ ഏത് വർക്കാണ് ഇത് വരുന്നത്? Ode to the West Wind. PBCയിലെ Ode to the West Wind. The lines, if winter comes can spring be far behind. Suggest that even in the coldest and most difficult times there is always a possibility of renewal and growth. എന്തുണ്ടാവും നമുക്ക് അത്രയും? According to them, P.B. Shelley and England people, winter is the most difficult season. അത് സംബന്ധിച്ച് വിൻ്റർ ആണ് എന്ത് ഇത്രയും ഡിഫിക്കൽട്ട് സീസൺ ആണ്, വിൻ്റർ ആണ് for them. So that's why they says that they are comparing the most difficult situations to winter. അല്ലേ? അവർ പറഞ്ഞാൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ട് ആ സാഹചര്യത്തിൽ എന്തുണ്ടാവും? There's still a ray of hope for the betterment. Okay. Neologism. What's the meaning of neologism? No philosophy. New philosophy. അടി. Neologism എന്താ? New philosophy എന്നല്ല. A new word. New word. ഒരു പുതിയ വേർഡ് കോയിൻ ചെയ്ത് വിളിക്കുന്നതാണ് നിയോളജിസം. For God's sake, hold your tongue and let me love. ഇത് കാനണൈസേഷൻ അടിപൊളി പോയാണ്. നിങ്ങളുടെ നാക്ക് ജോൺ ഡണ്ണോ? ജോൺ ഡണ്ണനാണ് അല്ലേ? ജോൺ ഡണ്ണനാണ് കേട്ടോ, സോറി. അപ്പൊ ഇങ്ങനെ പറയാണ് നിങ്ങളുടെ ആൻഡ്രി മാർവൽ എന്നല്ല. അയ്യേ, ഇറ്റ് ഈസ് റിട്ടൺ ബൈ ജോൺ ഡൺ. കാനണൈസേഷൻ പോയം
കാക്കയാണ് തുടങ്ങുന്ന ഈ ലൈൻ വെച്ചിട്ടാ. നിങ്ങളുടെ നാവൊന്ന് അടക്കി വെക്കുക, നിങ്ങളുടെ നാക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കൂ. ലെറ്റ് മീ ലവ്, ഞങ്ങളൊന്ന് പ്രണയിക്കട്ടെ എന്ന് പറയാൻ തുടങ്ങുന്നതാണ് അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ തലയിൽ കുറച്ച് നരച്ച മുടി ഞാൻ തരാം, നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞോ. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കഴിഞ്ഞു പോയ കാലത്തെക്കുറിച്ച് പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞിട്ട് പോയാണത്. ആര്? ഹെൻറി വൈഗനല്ല, ജോൺസൺ. ആരോട് പറഞ്ഞത്? കാനനൈസേഷൻ ആണത്. ഇവിടെ എവിടുത്തെ ആൾക്കാരാടോ ഇത് ഈ പോയെന്ന് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് എടുത്തൊരു ടീച്ചറുണ്ട്, ഒരു മാം ഉണ്ടായിരുന്നു, അശ്വതി മാം എന്ന് പറഞ്ഞിട്ട്, സെൻറ്റ് റോസിൽ. അങ്ങനെ നന്നായി ക്ലാസ് എടുക്കും, പോയിട്ട് നല്ല ഉഷാറായിട്ട് എടുക്കും. ആ മാം എടുത്ത് പോയായിരുന്നു, നല്ല ഓർമ്മ എനിക്കത്. ഇത് പഠിപ്പിക്കണമെങ്കിൽ കുറച്ച് പ്രണയിച്ച ആൾക്കാരെ കുറച്ചും നല്ല രസം പഠിപ്പിച്ചിട്ട് ഇത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ആംഗ്ലോ സാക്സൺ പീരീഡ് സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ പോയിന്റ്. ആൽഫ്രഡ് ദ ഗ്രേറ്റ് ഒന്നുമല്ല. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ആരാണ്? വെനറബിൾ ബീഡ് കേട്ടോ. വെനറബിൾ ബീഡാണ് ഈ സാധനം ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയത്. ദ പയനിയർ ഓഫ് പ്രിന്റിങ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഒരു പ്രാവശ്യം ചോദിച്ചൊരു 6 ക്വസ്റ്റ്യൻ ആണെങ്കിൽ സെയിം ഏരിയ തന്നെ ആയിരിക്കും. പക്ഷേ അവർ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ജസ്റ്റ് മറിച്ച് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അവരപ്പുറത്തേക്കൊന്നും ടെറ്റ് എക്സാമിന് ചോദിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യന്. ദ എപ്പിസോഡ് ഓഫ് ദി സ്പൈഡർ ആൻഡ് ബീ ഒക്കേഴ്സ് ഇൻ. എവിടെയാണ് എപ്പിസോഡ് ഓഫ് ദ സ്പൈഡർ ആൻഡ് ദ ബീ ഒക്കേഴ്സ്? ഇവിടെ ഏത് വർക്കിലാണ്? ഈ ബാറ്റിൽ ഓഫ് ബുക്സ്. വെരി ഗുഡ്. ബാറ്റിൽ ഓഫ് ബുക്സ് ബൈ ജനാർദൻ സ്വിഫ്റ്റ്. ടെയിൽ ഓഫ് ദ ട്യൂബ് എന്ന് പറഞ്ഞ വർക്ക് ചോദിച്ചാണ്. ജനാർദൻ സ്വിഫ്റ്റിൻ്റെ തന്നെയാണ് വർക്ക് കേട്ടോ, മറന്നു പോകണ്ട. പാരഡൈസ് ലോസ്റ്റ് എവിടെയാ? ഹൂ പാരഡൈസ് ലോസ്റ്റ്? John Milton. Very good. The primary stress in the word accommodation falls on the. നിങ്ങൾ സ്ട്രെസ് പഠിച്ചിട്ടില്ലല്ലോ, ഉണ്ടാവില്ല. സ്ട്രെസ് പഠിക്കണമെങ്കിൽ കുറച്ചും കൂടി കഴിയണം. അത് നമുക്ക് ഫോണറ്റിക്സ് ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഈ സ്ട്രെസ്സും സംഭവങ്ങളൊക്കെ. ഇതിൽ സ്ട്രെസ് വരുന്ന എവിടെ അറിയാമോ? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ION എന്ന് പറയുന്ന ആ വേർഡിൽ അവസാന വാക്കുകളുടെയൊക്കെ സ്ട്രെസ് സിലബിൾ ആയിരിക്കും. അതായത്